ശ്രീ PK മുഹമ്മദ് കാസിം. അദ്ദേഹം താങ്കളെപ്പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനാണ്, യുവജന സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അത് വെറും ക്രിമിനൽ കേസല്ല, 153A കേസാണ്. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി എന്ന കേസിൽ വടകര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 410/2024 കേസിലെ പ്രതിയാണ് അദ്ദേഹം. നിങ്ങൾ കൊടുത്ത CPM കൊടുത്ത പരാതിയിലാണ് ആ കേസ്. എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ വേട്ടയാടിയത് എന്നതിനുള്ള സമാധാനം ആര് പറയും? വടകരയിലെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനോ CPIMനോ യാതൊരു പങ്കുമില്ല. ഈ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന നിലയുണ്ടായത്. സ്ക്രീൻഷോട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ CPIMൻ്റെ വടകര പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി അതിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഭാസ്കരൻ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ആര് തന്നെ പ്രചരിപ്പിച്ചാലും അത് തെറ്റാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ല ശ്രീ അഫ്സൽ, പരാതി പോലീസ് അന്വേഷിച്ചല്ലോ. പരാതി പോലീസ് അന്വേഷിച്ചു. ആ അന്വേഷണം സംബന്ധിച്ച വിവരം ഹൈക്കോടതി മുൻപാകെ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. വടകര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസിന് കണ്ടെത്താനായിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടിന്റെ ആദ്യത്തെ ട്രേസ് എന്ന് പറയുന്നത് 25-ാം തീയതി 2 മണിക്കാണ്, 2:13-നാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ 2:13 പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സംഘടനാ പ്രവർത്തകനാണ്. വടകരയിൽ സുപ്രധാനമായ ചുമതലയിൽ DYFI പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം. എവിടെ നിന്ന് കിട്ടിയതാണ്? സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ? പോലീസ് ചോദിച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തകൻ ഇതുവരെ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല. ഇവിടെ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിനകത്തും ഇത്തരത്തിലുള്ള പ്രചരണം വന്നാൽ ഈ കമ്പനിയോട് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെടുകയും ആ കമ്പനി കിട്ടുന്ന മറുപടിക്കനുസരിച്ചാണ് നിയമപരമായി നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവിടെ ഇതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തി സാധിച്ചിട്ടില്ല. അല്ല, അതിന്റെ ഉറവിടം പറയുന്ന വിധത്തിൽ അഫ്സലെ, അതിന്റെ ഉറവിടം കമ്പനി പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റിബേഷ് രാമകൃഷ്ണന് പറയാലോ. ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കൂ റിബേഷിനോട്. റിബേഷ്, എവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് കിട്ടിയത്? താങ്കൾ അത് റെഡ് എൻകൗണ്ടറിൽ 2:13 25-ാം തീയതി ഏപ്രിൽ പോസ്റ്റ് ചെയ്തതാണല്ലോ. റിബേഷിനോട് പോലീസ് ചോദിച്ചിട്ട് പറഞ്ഞില്ല. CPMന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിബേഷിനോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ? സുക്കർബർഗ് പറയണ്ടല്ലോ, റിബേഷ് പറഞ്ഞാൽ പോരെ? അഭിലാഷേ, ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ആരാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയാണല്ലോ. ഏതെങ്കിലും വിധത്തിൽ ഇത് ഒളിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ, മറച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷണം നടത്താതെ പോകാമല്ലോ. ഇവിടെ ഈ പറയുന്ന വിധത്തിൽ ഈ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഉറവിടം കണ്ടെത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. റിബേഷ് രാമകൃഷ്ണൻ എന്ന DYFIയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ റിബേഷ് രാമകൃഷ്ണൻ 2:13 പോസ്റ്റ് ചെയ്ത, റെഡ് എൻകൗണ്ടറിൽ പോസ്റ്റ് ചെയ്ത ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏതാണ് എന്ന് റിബേഷ് രാമകൃഷ്ണനല്ലേ പറയേണ്ടത്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനാണ്. പോലീസ് അയാളെ 22-ാം സാക്ഷിയാക്കി മൊഴിയെടുത്ത് വിട്ടയക്കുകയാണ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അയാൾ ഉണ്ടാക്കിയതാണോ, വേറെ ആരെങ്കിലും കൊടുത്തതാണോ? ഇതാണല്ലോ അവിടുത്തെ പ്രശ്നം. ആ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തെ 22-ാം സാക്ഷിയാക്കി പോലീസ് ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യണ്ടേ? പൊതുസമൂഹത്തിൽ ആദ്യമായി പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് ആദ്യമായി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് 25 ഏപ്രിൽ 2:13-നാണ്. അത് പോസ്റ്റ് ചെയ്ത ആൾ 22-ാം സാക്ഷിയായി തെക്ക് വടക്ക് നടക്കുകയാണ്. എന്നിട്ട് സുക്കർബർഗ് പറയട്ടെ എന്ന് കേരള പോലീസ് ഹൈക്കോടതിയിൽ പറയാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന റെഡ് എൻകൗണ്ടർ ആയാലും റെഡ് ബറ്റാലിയൻ ആയാലും അതോടൊപ്പം തന്നെ പോരാളി ഷാജി ആയാലും
മറ്റ് ഫേസ്ബുക്ക് പേജായി കഴിഞ്ഞാലും അതിൻ്റെ ഔദ്യോഗികമായി ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ അല്ല. ഇവിടെ റിബേഷിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോവുകയാണല്ലോ. അന്വേഷിച്ച് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇവിടെ അഭിലാഷ് മനസ്സിലാക്കേണ്ട കാര്യം CPIM-നെ സംബന്ധിച്ചോ പണ്ട് നമ്മൾ ഇത് മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞ ആരാറിയില്ല, അല്ലെങ്കിൽ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ആരാറിയില്ല എന്നൊക്കെ പറയായിരുന്നു. ഇവരൊക്കെ അനോണിമസ് ആണെന്ന് പറയായിരുന്നു. റിബേഷ് രാമകൃഷ്ണൻ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകനല്ലേ, നിങ്ങളുടെ നേതാവല്ലേ, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയല്ലേ, അയാളല്ലേ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അയാളോട് ചോദിച്ചാൽ പറയില്ലേ ഉറവിടം? പിന്നെ എന്തിനാണ് പോലീസ് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാൾ അത് പറയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി അയാളെ കൊണ്ടത് പറയിപ്പിക്കാത്തത്? നമ്മുടെ നാട്ടിൽ എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എത്രയോ ഫേസ്ബുക്ക് പേജുകളുണ്ട്. നിഷ്കളങ്കരായ ആരെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രചരണം കണ്ട് ഏതെങ്കിലും ഗ്രൂപ്പിലിട്ടു എന്ന് കരുതിക്കൊണ്ട് അവരെ കുറ്റക്കാരായി വിധിക്കാൻ എനിക്കോ അഭിലാഷിനോ സാധിക്കുന്ന എവിടെ നിന്ന് കിട്ടി എന്ന് പറയാൻ എന്താണ് തടസ്സം? നോക്കൂ, PK മുഹമ്മദ് കാസിം എന്ന MSF-ന്റെ നേതാവ് ഈ കേസിൽ സാമുദായിക സ്പർദ്ധ വളർത്തിയതിന് 153A കേസിൽ കുടുങ്ങി ആ നിയമ നടപടി നേരിടുകയാണ്. ഇവിടെ റിബേഷ് പോസ്റ്റ് ചെയ്ത ആ സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കിയതാണ്? റിബേഷിന് എവിടുന്നാണ് കിട്ടിയത്? റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തതാണ് ആദ്യമായി പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എവിടെ നിന്ന് കിട്ടിയെന്നൊരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അയാൾക്ക് മറയ്ക്കാനുണ്ടെന്നാണ്. ഒരു പക്ഷേ അയാൾ ഉണ്ടാക്കിയതാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തതാവാം. അതറിഞ്ഞാൽ ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാം. ഇവിടെ അഭിലാഷെ, ഈ വടകരയിൽ നടന്നിട്ടുള്ള ഒരു പ്രചരണ രീതിയുണ്ട്. ഞാൻ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം UDF വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ നടത്തിയിട്ടുള്ള പ്രചരണം നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആയിരിക്കാം ടീച്ചർക്കെതിരായി. അതോടൊപ്പം തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സാമുദായിക കലാപം പോലും ഉണ്ടാക്കാൻ പോകുന്ന വ്യാജ നിർമ്മിതിക്കുള്ള കാരണമല്ല, ന്യായീകരണമല്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടന്നു, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു കലാപം തന്നെ ഉണ്ടാക്കാൻ ശക്തിയുള്ള വിധത്തിലുള്ള ഒരു വ്യാജ പ്രചാരണത്തിന് ന്യായമേ അല്ല. അത് നടത്തിയിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. റെഡ് എൻകൗണ്ടർ എന്ന CPM അനുഭാവികളുടെ ഗ്രൂപ്പിൽ ആദ്യം വരുന്നു, അതിനുശേഷം റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന CPM അനുഭാവികളുടെ ഗ്രൂപ്പിൽ വരുന്നു. അവിടെ നിന്ന് അത് അമ്പാടി മുക്ക് സഖാക്കൾ എന്ന CPM അനുഭാവികളുടെ പേജിൽ വരുന്നു. അവിടെ നിന്ന് അത് പോരാളി ഷാജി എന്ന CPM അനുഭാവികളുടെ മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ വരുന്നു. നാട്ടുകാർ മുഴുവൻ ഷെയർ ചെയ്യുന്നു. സമൂഹം ഡിവൈഡഡ് ആകുന്നു. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കലുഷിതമാകുന്നു. ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായേനെ. ആരാണ് ഉത്തരവാദി എന്നുള്ളത് കണ്ടുപിടിക്കൽ ചെറിയ കാര്യമല്ല. അത് ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയിൽ നിന്നാണ് എങ്കിൽ അതിനെ നമുക്ക് ലാഘവത്വത്തോടു കൂടി കാണാൻ കഴിയില്ല ശ്രീ അഫ്സൽ. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും 22ാം സാക്ഷിയായിട്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ബാക്കി ഫേസ്ബുക്കിന്റെ ഇവിടുത്തെ മെറ്റയുടെ ബന്ധപ്പെട്ട ആൾ നോഡൽ ഓഫീസർ ഉത്തരം പറയട്ടെ, ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും പോലീസ്. ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കാം, ഇതിൻ്റെ ഉറവിടമാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ പ്രചരണം നടത്തിയ 1-2 ആളുകൾ ഏതെങ്കിലും വിധത്തിൽ പ്രചരണം നടത്തിയത് കൊണ്ട് അവരെ കുറ്റക്കാരായി വിധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല. നമുക്ക് കാത്തിരിക്കാലോ. ഇവിടെ ഫേസ്ബുക്കും വാട്സപ്പും അതോടൊപ്പം തന്നെ മെറ്റ ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ കുറ്റക്കാർ ആരെന്ന് കണ്ടെത്താമല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ന് വരെ ആ നിലയിലുള്ള വർഗീയമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ 2001 നടന്നിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് നമുക്ക് മറക്കാൻ കഴിയുന്നതാണോ? ഇവിടെ അഴീക്കോട് മണ്ഡലത്തിനകത്ത് KM ഷാജി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കിപ്പോ അറിയേണ്ടത് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അഭിലാഷ്. അഭിലാഷ്, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഒരു ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ വർഗീയമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് തെരഞ്ഞെടുപ്പിനകത്ത് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഈ പറയുന്ന വർഗീയപരമായ
മതപരമായ വേർതിരിവുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാറില്ല. ഇവിടെ നേരത്തെയുള്ള ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പൊതുസമൂഹത്തിന് കൂടുതലുള്ള കാര്യങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. അഭിലാഷേ, ഇപ്പോഴും നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ പറയുന്ന ഇതിന്റെ ഉറവിടം പോലീസ് തന്നെ പറയുന്നുണ്ട്, കണ്ടെത്തിയിട്ടില്ല. പോലീസ് ആരാണ് ഭരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രിക്ക് കീഴിലാണ് കേരള പോലീസ്. കേരള പോലീസ് കേസെടുത്ത് പരിശോധിച്ചിട്ട് കേരള പോലീസ് പറയാണ്, കേരള പോലീസിന് ആദ്യമായി ഈ മെസ്സേജ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ കാണാൻ കഴിഞ്ഞത് 2/13 ഏപ്രിൽ 25-നാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളാണ്. റിബേഷ് രാമകൃഷ്ണനോട് കേരള പോലീസ് ചോദിച്ചു, റിബേഷെ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? റിബേഷ് പറഞ്ഞില്ല. റിബേഷിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഉറവിടം കണ്ടെത്തിയിട്ടില്ല. ഉറവിടം കണ്ടെത്താനാവാതെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഹൈക്കോടതിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കേരള പോലീസ്. റിബേഷിനെ വിളിച്ച് ചോദിച്ച കേരള പോലീസിനോട് റിബേഷ് പറയും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നും ആരാണ് ഉണ്ടാക്കിയതെന്നും. ചോദിക്കണ്ടേ? അത് ചോദിക്കേണ്ടത് പോലീസാണ്. അത് ചോദിക്കാതെ കേരള പോലീസ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ നോഡൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്ത് വന്നാൽ ഉടനെ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അഭിലാഷേ, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, പിണറായി നിയന്ത്രിക്കുന്ന പോലീസാണ്, പോലീസിന് നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ റിബേഷിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചുവെക്കൽ നടത്താൻ പറ്റുമല്ലോ. ഇവിടെ പോലീസ് ശരിയായ നിലയിൽ അന്വേഷണം നടത്തി വരികയാണ്. ആരൊക്കെ ആദ്യം പോസ്റ്റ് ഇട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നു. ഇനി ഇതിപ്പോ അറിയേണ്ടുന്ന കാര്യം ഇതിന്റെ ഉറവിടമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് എവിടെന്നെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയപ്പോ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതല്ല. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വർഗീയ പ്രചാരണത്തിൽ നടക്കേണ്ടത്. അങ്ങനെ ആ തരത്തിലുള്ള ഒരു ന്യായം പറഞ്ഞു പോക്ക് അസാധ്യമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം.